മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മാർക്കോയും ലോപ്പസും കൂടി വരുന്ന സമയത്ത് ഈ മേഘനാഥൻ പറഞ്ഞു വിട്ട ആ ഒരു ഗുണ്ട അനന്തുവിൻ്റെ വീട്ടിലോട്ട് കയറി പോകുന്നത് കാണുന്നുണ്ട്. ഈ സമയത്ത് അവർക്ക് തോന്നണത് ഇനിയിപ്പോൾ ഫുഡെങ്ങാനും കൊണ്ടുവന്ന ആരെങ്കിലും ആണോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ ഫുഡ് കൊണ്ടുവന്ന ആളാണെങ്കിൽ ഒരിക്കലും ബൈക്ക് പുറത്ത് വെച്ചിട്ട് പോകില്ല, ബൈക്കും കൊണ്ട് അകത്തേക്ക് പോകുകയുള്ളൂ. ഇതൊന്നുമല്ല, വേറെ എന്തോ പ്ലാനാണ്. ഇനിയിപ്പോൾ കണ്ണൻ സാറ് എഴുന്നേറ്റ് നടക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ മേഘനെങ്ങാനും പറഞ്ഞു വിട്ട ആളാണോ എന്നറിയില്ല. എന്തായാലും വേഗം വാ, നമുക്ക് കണ്ണൻ സാറ് എവിടെയാണെന്ന് നോക്കാമെന്ന്. അങ്ങനെ മാർക്കോ അകത്തേക്ക് വരുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മി എല്ലാവരും ഇങ്ങനെ സെൽഫി എടുത്ത് നിൽക്കണം കാണുന്നുണ്ട്. അത് കണ്ടതും മാർക്കോ വീൽ ചെയർ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ലേഖയൊക്കെ പറയുന്നുണ്ട് വീൽ ചെയർ ഇവിടെ ഉണ്ട്, എന്താ മാർക്കോ പ്രശ്നം എന്ന് ചോദിക്കുമ്പം വീൽ ചെയർ പെട്ടെന്ന് എടുക്ക്, കണ്ണൻ സാറ് വീൽ ചെയറിലേക്ക് ഇരിക്കുക, ഇവിടെ ആരോ വന്നിട്ടുണ്ട്, ആരാ അതെന്ന് ചോദിക്കുമ്പം ഇപ്പം നിങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണ്ട, ആളെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം, നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി, എന്ത് ശബ്ദം കേട്ടാലും നിങ്ങൾ പുറത്തേക്ക് വരരുത് കേട്ടോ എന്ന്. അങ്ങനെ മാർക്കോയാണെങ്കിൽ ഈ ഒരു ഗുണ്ടയെ നോക്കി വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഗുണ്ടയാണെങ്കിൽ എല്ലാ ജനലിലും വന്ന് അകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്, പിന്നെ ജനൽ തുറക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ജനലെല്ലാം കുറ്റിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഗുണ്ടയ്ക്ക് അകത്ത് എന്താണെന്നൊന്നും കാണാൻ പറ്റണില്ല. എന്നിട്ട് ആ ഗുണ്ട അകത്തൊന്നും കാണാൻ പറ്റണില്ലല്ലോ, ജനൽ തുറക്കാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ മാർക്കോ ആ ഒരു രംഗം കണ്ടുകൊണ്ട് വരുന്നത്. ഈ രംഗം കണ്ട മാർക്കോ വേഗം തന്നെ അവിടെ ഇരുന്ന നല്ലൊരു മടലെടുത്ത് അയാളുടെ പുറം വഴിക്കൊരു അടി കൊടുക്കുന്നുണ്ട്. അടി കൊണ്ടതും അയാൾ പൊളഞ്ഞു വീണിട്ട് നോക്കുമ്പോൾ കാണുന്നത് മാർക്കോയാണ്. മാർക്കോ അവനെ കണ്ടതും ചോദിക്കുന്നുണ്ട്, നീ ആ തളർന്ന് കിടക്കുന്നവൻ്റെ സഹായത്തിന് നിന്നവനല്ലേടാ, നീ എന്തിനാ ഇവിടെ വന്നേ? ആ സമയത്ത് ആ ഗുണ്ടയാണെങ്കിൽ കിടന്ന് കരയുന്നുണ്ട്, സാറേ ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, നിന്നെ കൊല്ലോ വേണ്ട, എന്തായാലും നീ പൊയ്ക്കോ, എനിക്ക് പോകാൻ പറ്റില്ല സാറേ, എൻ്റെ നടു പോയി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ കിടന്ന് കരയുമ്പോൾ മാർക്കോ അവനെ ബലമായി തൂക്കിയെടുത്ത് റോഡ് വരെ വലിച്ചഴിച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ബൈക്കിൽ കയറി പോകാൻ പറയുമ്പം അയാൾ പറയുന്നുണ്ട്, എനിക്കങ്ങനെ പോകാൻ പറ്റില്ല സാറേ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, എൻ്റെ നടു ഒടിഞ്ഞു എന്നാണ് തോന്നണേ, സാർ എന്നെ ഒന്ന് ആസ്പത്രി കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഞാനെന്തിനാ നിന്നെ ആസ്പത്രി കൊണ്ടുപോകണേ, നിനക്ക് ബൈക്കിൽ കയറി ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഓട്ടോ വരും, അതിൽ കയറി നീ ആശുപത്രിയിലേക്ക് പോയിക്കോന്ന്. അങ്ങനെ മാർക്കോ അയാളെ അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ എഴുന്നേറ്റ് ബൈക്കിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും പറ്റണില്ല. മാർക്കോ അടിച്ചത് നല്ലൊരു അടിയായതുകൊണ്ട് തന്നെ അയാൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. പിന്നെ അയാൾ എങ്ങനെയൊക്കെയോ ബൈക്കിലോട്ട് കയറാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മാർക്കോ തിരിച്ചു ചെല്ലുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തായി മാർക്കോ, അവന് നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം അയാളെ ഞാൻ റോട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്, ബൈക്കിൽ കയറി എങ്ങനെയെങ്കിലും പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അവനക്ക് പെട്ടെന്നൊന്നും നടക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, ആ മാതിരിയുള്ള അടിയെ ഞാൻ അവന് കിട്ടു കൊടുത്തേന്ന്. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാന്ന് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം അതിലിപ്പോൾ സംശയിക്കാനൊന്നുമില്ല, അതാ മേഘൻ തന്നെയാണ്. എന്തായാലും ആ മേഘനെ ഞാൻ നന്നായിട്ടൊന്ന് കാണുന്നുണ്ട്, അവനക്ക് നല്ലത് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രതാപനും ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ഇതേ സമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ പ്രതാപന് ഫോൺ ചെയ്യുന്നുണ്ട്. മേഘൻ്റെ കോൾ കണ്ടതും പ്രതാപൻ മേഘനല്ല വിളിക്കണേന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് മേഘ എന്ന് ചോദിക്കുമ്പം ആ കണ്ണൻ എഴുന്നേറ്റ് നടക്കണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്കിളെ, അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ആ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവൻ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ എന്നുള്ള വിവരം നമുക്കിന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ അവൻ നടന്നിട്ടും അത് രഹസ്യമാക്കി വെച്ചേക്കണേണോന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലടാ മേഘ, അന്നത്തെ ആ ആക്സിഡൻറ്റ് അത്രയ്ക്കും ഗുരുതരമായ പരുക്ക് അവനക്ക് പറ്റിയത്, അതുകൊണ്ട് തന്നെ അവനങ്ങനെ എഴുന്നേറ്റ് നടക്കാനൊന്നും സാധ്യതയില്ല. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ വെച്ച് അവൻ്റെ 2 കാലും ചലിക്കുന്നത് ഞാൻ കണ്ടതാ അങ്കിളെ, അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്, എന്തായാലും പോയവൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് വിവരങ്ങൾ അറിയാൻ പറ്റുമെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇനിയും ആ മഹാലക്ഷ്മിയെ വെറുതെ വിട്ടാൽ ശരിയാവില്ലട മേഘ, അവളാണെങ്കിൽ എന്നെ നിരന്തരം ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എൻ്റെ മോളുടെ ജീവിതവും തകർന്നു, ഇനി ഉണ്ണിയും മോളുമായിട്ടുള്ള ബന്ധം പിരിയണമെന്നും പറഞ്ഞാൽ മോള് നിൽക്കണം, അങ്ങനെ അവൾ സന്തോഷമായിട്ട് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കുമ്പം എൻ്റെ മോള് മാത്രം സങ്കടത്തോടു കൂടി ഇവിടെ ജീവിക്കുന്നത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂടാന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാം അങ്കിളെ, എന്തായാലും കണ്ണൻ എഴുന്നേറ്റ് നടന്നോന്ന് ഇന്ന് നമുക്ക് അറിയാൻ പറ്റും, അതറിഞ്ഞിട്ട് അടുത്ത പ്ലാൻ നമുക്ക് റെഡിയാക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തും ലേഹയും മാർക്കോയും ലോപ്പസും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മഞ്ജുവും സാഗറും വരുന്നുണ്ട്. മഞ്ജുവിനെയും സാഗറിനെ കണ്ടതും മഹാലക്ഷ്മി വന്നിട്ട്, ആ നിങ്ങളെന്താ വരാൻ വൈകിയെന്ന് ചോദിക്കുമ്പം ഏടത്തിക്കും ഏട്ടനുമുള്ള ഗിഫ്റ്റ് വാങ്ങാനായിട്ട് കടയിലിറങ്ങി, അതാ ഇത്ര വൈകിയെന്നും പറഞ്ഞുകൊണ്ട്
ഒരു പാക്കറ്റ് കണ്ണനും മഹാലക്ഷ്മിക്കുമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നു മഞ്ജു, നിങ്ങളൊന്ന് വന്നാൽ മാത്രം മതിയായിരുന്നു എന്ന്. എന്തായാലും നിങ്ങളെത്തിയല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ചടങ്ങ് തുടങ്ങാമെന്നും പറഞ്ഞ് മഹാലക്ഷ്മിയും കണ്ണനും കൂടി അനന്തുവിൻ്റെയും ലേഖയുടെ അടുത്തേക്ക് എന്നിട്ട് എന്നാൽ നമുക്ക് കേക്ക് മുറിച്ചാലോടാന്ന് വയ്ക്കുമ്പം ഇനി തുടങ്ങിക്കോ, എല്ലാവരും എത്തിയല്ലോ, ഇനിയിപ്പോൾ മഹിയുടെ അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം പൂർത്തിയായേനെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്ക് വരാൻ പറ്റില്ല ലേഹേ, ഇനി അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞ് കരുണയുടെ അച്ഛനും മുത്തശ്ശിയും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കും, അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് വരണ്ടാന്ന് പറഞ്ഞതെന്ന്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടുകൂടി കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. ഈ സമയത്ത് ലേഹയാണെങ്കിൽ ആ രംഗങ്ങളെല്ലാം ഫോണിൽ പകർത്തുന്നുണ്ട്. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, എന്തായാലും ഇതെല്ലാം മഹിയുടെ അമ്മയുടെ ഫോണിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം, അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ആകെ കലി പൂണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ദുർഗ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ മോനെ ഇങ്ങനെ നിൽക്കണേ, നിനക്ക് ഒന്ന് കർണമോളുടെ വീട് വരെ പോകാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ അവിടെ ചെന്നിട്ട് അവളുടെ വായിലിരിക്കുന്നതും അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വായിലിരിക്കുന്നതും മൊത്തം കേൾക്കാനാണോ? ഞാൻ എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നീ കരുണമോളെ ഒന്ന് മയപ്പെടുത്തി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാടാ, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല, ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. അപ്പോൾ കരുണമോളുണ്ടെങ്കിൽ കരുണമോളുടെ വീട്ടിലേക്കെങ്കിലും നമുക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പോകാൻ ഒരിടവും ഇല്ലാതെയാവും. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും കരുണമോളുമായിട്ട് കോംപ്രമൈസിലാവണം. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ട് അമ്മേ, എന്തായാലും ഇന്നിനിയിപ്പോൾ ചെന്നാൽ അവൾ എന്നെ നല്ലോണം അപമാനിച്ച് തന്നെ വിടുള്ളൂ, അതുകൊണ്ട് 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് ഞാൻ പോയി അവളെ കണ്ട് സംസാരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാമെന്ന്. പിന്നീട് ഉണ്ണി പറയുന്നുണ്ട്, മേഘേട്ടൻ ഇന്ന് എന്നെ വിളിച്ചിരുന്നു, എന്തിനാടാ വിളിച്ചത്, എന്താ അവൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മേഘേട്ടനൊരു സംശയമുണ്ട്, അയാൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയെന്ന്. അന്ന് മേഘേട്ടൻ മൂന്നാറിൽ വെച്ച് അയാളെയും അയാളുടെ ഭാര്യയും കൈകോർത്ത് നടക്കുന്ന രീതിയിൽ കണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അന്ന് വെള്ളം ആയതുകൊണ്ട് മേഘേട്ടന് അത് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ മേഘേട്ടന് ഇപ്പോഴും ആ സംശയമുണ്ട്, അയാൾ എഴുന്നേറ്റ് നടന്നിട്ടും അത് നമ്മളിൽ നിന്നും മറച്ചു വെക്കണയാണോ എന്ന്. അതുകൊണ്ട് തന്നെ അതറിയാൻ വേണ്ടിയിട്ട് അനന്തുവേട്ടൻ്റെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അയാൾ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് മേഘേട്ടൻ പറഞ്ഞേക്കണേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ല ഉണ്ണി, അവൻ എഴുന്നേറ്റ് നടന്നിട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനെ എഴുന്നേറ്റ് നടന്നെങ്കിൽ പിന്നെയും അവൻ വീൽ ചെയറിൽ തന്നെ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവരുടെ അഭിനയമായിരിക്കും അമ്മേ, ഇപ്പോഴും വീൽ ചെയറിലാണ് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്, എന്തായാലും ഇന്നത്തോടുകൂടി അത് നമുക്ക് തെളിയിക്കാൻ പറ്റുമെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇനി അവനെങ്ങാനും എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല, അതുമാത്രമല്ല പിന്നീട് കരുണമോൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് നീ വിചാരിക്കണ്ട, അവൻ വീൽ ചെയറിലായതിൻ്റെ ഒരു സന്തോഷം മാത്രമേ കരുണമോൾക്ക് ഇപ്പോൾ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അവളുടെ ചേച്ചി അവളെ ജയിച്ചു എന്നും പറഞ്ഞ് കരുണമോൾ ആത്മഹത്യ ചെയ്യാനും മടിക്കില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഈ ഒരു ഗുണ്ട പോയിട്ട് വിവരമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിന്നിട്ട് ഇവൻ ഇതുവരെ വിളിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ അവൻ പോയിട്ട് ആ വഴി പോയി കാണുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും അവനെ ഒന്ന് വിളിച്ച് നോക്കാം, ഇപ്പോൾ ഇത്രയും സമയമായില്ലേ, അവൻ എന്തായാലും അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മേഘനാഥൻ ഫോണെടുത്ത് ആ ഒരു ഗുണ്ടയ്ക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഗുണ്ട ഫോണെടുത്തിട്ട് എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ, നീ പോയിട്ട് എത്ര സമയമായി, ഇതുവരെ നീ തിരിച്ചു പോകുന്നില്ലേ, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ് സാറേ എന്ന് പറയുന്നു. ആ സമയത്ത് മേഘൻ ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലോ, അവിടെ നീ എന്തിനു പോയതാ, നീ മറ്റവൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയോ, അപ്പോൾ പോയ കാര്യം നടന്നോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല സാറേ, എന്നെ അവിടെ വെച്ച് ആ മാർക്കോ കണ്ടു, എന്നിട്ട് അവൻ എൻ്റെ നടു തല്ലി ഓടിച്ചു, ഇപ്പോൾ ഞാൻ ആസ്പത്രിയിൽ കിടക്കുക, ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് കേട്ടതും മേഘൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ പൊട്ടനാണോ, ആരും കാണാതെ നോക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഈ മാർക്കോയുടെ മുമ്പിൽ ചെന്ന് പെട്ടേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരും കാണാതെ തന്നെയാണ് സാറേ അകത്തേക്ക് പോയത്, പക്ഷേ ഞാൻ അവിടെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞതും ആ മാർക്കോയും ലോപ്പസും വന്നു, അവരെന്നെ കണ്ടത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ഇനിയിപ്പോൾ എൻ്റെ വണ്ടി പുറത്തിരിക്കണത് കണ്ടിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് ആ വണ്ടി വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയോ സാറേ ഇപ്പോൾ അങ്ങോട്ട് മാർക്കോ വരുമെന്ന്, എന്തായാലും അവൻ എന്നെ കൈയോടുകൂടി കണ്ടുപിടിച്ചു, അതുമാത്രമല്ല അവൻ എൻ്റെ നടു അടിച്ചോടിക്കുകയും ചെയ്തു എന്ന്. അത് കേട്ടതും മേഘനാഥനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മേഘൻ ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ ഗുണ്ടാന്നുള്ള പേര് മാത്രമല്ല അവിടെ ഉള്ളൂ, ഒന്നിനും ഒരു കഴിവില്ലല്ലോ, എൻ്റെ കുറേ കാശ് കളയാനായിട്ട് ഓരോ ശവങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കാൻ പോകുമ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട്, സാറേ ആസ്പത്രിയിൽ കുറേ അധികം പൈസയാവും, സാറ് കുറച്ച് പൈസയായിട്ടും കൂടി വാങ്ങും. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ചികിത്സിക്കലല്ല പണി, നീ നിൻ്റെ കാര്യം നോക്കുമെന്ന് പറയുമ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട്, എന്തായാലും പോലീസ് അന്വേഷണം ഉണ്ടാവും, അപ്പം ഞാൻ പറഞ്ഞേക്കാം, സാറ് പറഞ്ഞു വിട്ടിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറയാമെന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, എന്തായാലും ഞാൻ കാശുമായിട്ട് വന്നേക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ
മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയും കണ്ണനും ചെന്നപ്പോൾ കൊണ്ടുപോയി കൊടുത്ത ആ ഒരു ഡ്രസ്സൊക്കെ കവറിൽ നിന്നെടുത്ത് നോക്കണ സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണയ്ക്ക് ആ ഡ്രസ്സ് കണ്ടതും ഭയങ്കരമായിട്ട് അസൂയയും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. ഡ്രസ്സ് കാണുമ്പോൾ തന്നെ കരുണയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സാണ്. എന്നിട്ട് കരുണ മോഹിനിയോട് പറയുന്നുണ്ട്, ഓ മോളും മരുമകനും കൊണ്ടുപോയി തന്ന ഡ്രസ്സൊക്കെ കണ്ട് അമ്മ സന്തോഷിച്ചിരിക്കുകയല്ലേ, എൻ്റെ ജീവിതം തകർന്നതൊന്നും അമ്മയ്ക്ക് പ്രശ്നമല്ലല്ലോ എന്ന്. ആ സമയത്ത് മോഹിനി വിഷമത്തോടു കൂടി കരുണയോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്തൊക്കെയാണ് മോളെ പറയണത്, മോളും ലക്ഷ്മി മോളും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അമ്മ ഇനി മിണ്ടരുത്, അമ്മയ്ക്ക് അമ്മയുടെ മോളോട് മാത്രമേ ഇഷ്ടമുള്ളൂ, എന്നെ അമ്മ ശത്രുവായിട്ടാണ് കണ്ടേക്കണേന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, മോളുടെ മനസ്സ് അങ്ങനെ ആക്കിയത് മോളുടെ അച്ഛനും മുത്തശ്ശിയാണ്, അവർ പറയുന്നത് പോലെ മോളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കണേ, കുറേ കഴിയുമ്പോൾ മോൾക്ക് മനസ്സിലാവും മോള് ചെയ്തതൊക്കെ തെറ്റായി പോയിന്ന്, അപ്പോൾ മോൾക്ക് പശ്ചാത്താപിക്കേണ്ടി വരുമെന്ന്. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സമയത്ത് സംഭവിച്ചാൽ ഞാൻ അന്നേരം പശ്ചാത്തപിച്ചോളാം, എന്തായാലും അന്നും എനിക്ക് അമ്മയുടെ മോളുടെയും സഹായമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കരുണ അങ്ങോട്ട് പോകുമ്പം അത് നോക്കി ഇങ്ങനെ വിഷമത്തോടു കൂടി മോഹിനി ഇരിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.